ഇന്നൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിന്ന് പാലക്കാട് വീട്ടിലെത്തി. അടുത്തുള്ള അമ്പലത്തിൽ അയ്യപ്പൻ വിളക്കാണിന്ന്. എല്ലാ വർഷവും നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ്. ഒരുപാട് നല്ല മെമ്മറീസും നല്ലൊരു ഫീലാണ് ആ ദിവസത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ മാളും കാത്തും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം എന്ന് തോന്നിയതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ അയ്യപ്പൻ വിളക്കിന് വരാറുണ്ട്. അമ്പലത്തിൽ വെക്കുന്ന ആ പാട്ടുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇപ്പം എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം അമ്പലത്തിൽ പാട്ട് വയ്ക്കും. പക്ഷെ പണ്ട് ഈ അയ്യപ്പൻ വിളക്കിൻ്റെ അന്നാണ് ടേപ്പ് റെക്കോർഡ് വാടകയ്ക്ക് എടുത്ത് MG ശ്രീകുമാറിൻ്റെയും യേശുദാസിൻ്റെയും ഒക്കെ പാട്ടുകൾ നല്ല സൗണ്ടിൽ വെച്ചുകൊണ്ടിരുന്നത്. ആ പാട്ടുകളൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോഴും ഗൂസ് ബംസാണ്. മാളുവിന് പിന്നെ ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വാഴപ്പോള വെച്ചിട്ട് അമ്പലം കെട്ടുന്നതും ഓല കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ കുറേ നേരം നോക്കി നിന്നു. ആകെ ഒരു പ്രശ്നം, രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. വൈകുന്നേരം മഴ വരരുതേ എന്നെല്ലാവരും പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ദൈവം സഹായിച്ച് മഴ ഉണ്ടായില്ല. ഉച്ചയ്ക്ക് അന്നദാനം നന്നായിട്ട് നടന്നു. ഇങ്ങനൊരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നാട്ടിൽ മാത്രം കാണാൻ കഴിയുന്ന കുറേ നല്ല കാര്യങ്ങൾ. ഞങ്ങളിതേ വൈകുന്നേരം അമ്പലത്തിലോട്ട് പോവുകയാണ്. കുറച്ച് ദൂരെയുള്ള തൃപ്പാളൂർ ശിവൻകോവിലിൽ നിന്നാണ് താലവെഴുന്നള്ളിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പണ്ടൊക്കെ എല്ലാവരും കൂടെ നടന്ന് ആയിരുന്നു നമ്മൾ ഈ അമ്പലത്തിൽ വരിക. പക്ഷേ ഇപ്പോൾ കാറിലും ഓട്ടോയിലൊക്കെയാണ് എല്ലാവരും ഇങ്ങോട്ട് എത്തിയത്. ഒരുപാട് വർഷത്തെ ഓർമ്മകളുണ്ട് ഈ സമയത്ത് അമ്പലത്തിൽ വരുന്നത്. പണ്ട് ഈ ആൽമരത്തിന് താഴെ നിന്നായിരുന്നു നമ്മൾ താലമെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം പക്ഷെ അമ്പലത്തിൽ നിന്നാണ്. ഞങ്ങളപ്പോൾ ആദ്യം അമ്പലത്തിൽ കയറി തൊഴുതു. ഞങ്ങൾ ലേറ്റ് ആയോ എന്ന് ഓർത്തിട്ട് കുറച്ച് റഷ് ചെയ്തിട്ടാണ് തൊഴുതിറങ്ങിയത്. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ അമ്പലത്തിൽ നിൽക്കുന്നത് പണ്ട് മുതൽ ഭയങ്കര സമാധാനം തരുന്നൊരു കാര്യമാണ്. പാലക്കൊമ്പ് വെട്ടാനായിട്ട് സ്വാമിമാർ പോയിട്ടുണ്ട്. കന്നിസ്വാമിയാണ് സാധാരണ പാലക്കൊമ്പ് പിടിക്കാറ്. കണ്ണനായിരുന്നു. പവൻ പാലക്കൊമ്പ് പിടിച്ചു. അടുത്തുള്ള പുഴയിലും മുങ്ങി എഴുന്നേറ്റു. പിന്നെ അതാ അങ്ങനെ നമ്മൾ താലവെഴുന്നള്ളിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 6:30 ആകുമ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തുടങ്ങി. അയ്യപ്പൻ, വാവർ, മാളികപ്പുറം ഇങ്ങനെ 3 ദൈവങ്ങളായിരുന്നു പറഞ്ഞത്. മാളു ഇങ്ങനെ കുറേ ഡൗട്ട്സൊക്കെ ചോദിക്കുന്നുണ്ടായി. ഇതെങ്ങനെയാണ് മമ്മ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ആൻസർ ചെയ്ത് കൊടുത്തു. പണ്ട് ഞങ്ങളിങ്ങനെ താലം എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എല്ലാവരും. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്കൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല താലം എടുക്കാൻ. പിന്നെ പണ്ട് കല്യാണം കഴിയാത്ത കുട്ടികൾ മാത്രമേ താലം എടുക്കാൻ പാടുള്ളതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും എടുക്കാം. എന്നിട്ടും വളരെ കുറവായിരുന്നു ആൾക്കാർ. ഒരു 20-25 പേരെങ്കിലും ചുരുങ്ങിയത് ഉണ്ടാവും ഒരു സൈഡിൽ തന്നെ. ഇതിപ്പോൾ മൊത്തത്തിൽ ചിലപ്പോൾ അത്ര കുട്ടികളെ ഉണ്ടായിരുന്നു വരുള്ളൂ. ഒരുപാട് പേര് താലം എടുക്കാണ്ട് വെറുതെ നിൽക്കുന്നുണ്ടായി. അപ്പോൾ ഓർത്തു നമ്മളൊക്കെ പണ്ട് എന്തോരം വെയിറ്റ് ചെയ്ത് എന്താ. ഇപ്പോൾ എല്ലാവർക്കും എല്ലാത്തിനും മടിയാണ്. പക്ഷെ മാളു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് താലമൊക്കെ പിടിച്ചു. ഈ 6:30 തുടങ്ങി ഞങ്ങളവിടെ ഒരു 8:30-8:45 എത്തുന്നത് വരെയും അവൾ ഒരു പരാതിയും പറയാണ്ട് ഫുൾ പിടിച്ചു. വീടെത്തി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അമ്മ തമ്പാമ്മ എന്നെ ബ്ലസ് ചെയ്യുമായിരിക്കും അല്ലേ എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷമായി. കാത്തുവാണെങ്കിലും ചെണ്ടമേളം നന്നായിട്ട് എൻജോയ് ചെയ്തു. ചെണ്ടേൻ്റെ ഒപ്പം അവൾ കൈയൊക്കെ ഇങ്ങനെ ആട്ടിയിരിക്കുമായിരുന്നു. പടക്കം പൊട്ടിയപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ അവൾ ഓക്കെ ആയി. പിന്നെ എനിക്ക് ഏറ്റവും നല്ലതായി തോന്നിയിട്ടുള്ളൊരു കാര്യം, വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ നാട്ടുകാരെ എല്ലാവരെയും ഒരുമിച്ച് ഒന്ന് കാണാൻ പറ്റും, എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റും. കഴിഞ്ഞ അയ്യപ്പൻ വിളക്കിന് കണ്ട കുറേ ആൾക്കാരെ നമ്മൾ പിന്നെ കാണുന്നത് ഈ അയ്യപ്പൻ വിളക്കിന്. എല്ലാവരോടും സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് നടന്നു. ഇപ്പം മറ്റേ പാലുള്ളത് കൊണ്ട് ചുറ്റി വരണം. ചുറ്റി വന്ന് ഞങ്ങളങ്ങനെ നമ്മുടെ വീടിനടുത്തെത്തി. അവിടെ കുറച്ച് നേരം നിന്ന് ചെണ്ടമേളം ഉണ്ടായി. ഇടയ്ക്ക് മാളുവിൻ്റെ വിളക്കൊന്ന് കെട്ടു, കാറ്റ് കാരണം. പിന്നെ നമ്മൾ വീണ്ടും പുതിയ തിരിയിട്ട് കത്തിച്ച് നടന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. പണ്ട് മുതലേ ഏറ്റവും പേടിയുള്ളൊരു സിറ്റുവേഷനാണ് ഇത്. നമ്മൾ അമ്പലത്തിലെത്തിക്കഴിഞ്ഞാൽ താലം കൊണ്ട് ആ അമ്പലം പ്രദക്ഷിണം ചെയ്യണം. അത് വളരെ കുഞ്ഞു സ്ഥലമായതുകൊണ്ട് തന്നെ അയ്യപ്പനും വാവരും മാളികപ്പുറം ഒക്കെ ഉറയുന്നത് നമ്മുടെ കൂടെയാണ്. അപ്പോൾ മാളികപ്പുറത്തിൻ്റെ വാളുണ്ട്, വാവരിൻ്റെ ചൂരലുണ്ട്. ഈ ഒരു സമയത്ത് പല പല ചിന്തകളാണ് മനസ്സിൽ. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകുമോ, അവരുടെ കയ്യിലുള്ള ചൂരലുകൊണ്ട് നമ്മളെ അടിക്കുകയോ, മാളികപ്പുറത്തിൻ്റെ വാളെങ്ങാനും നമ്മുടെ മേലെ മുട്ടുമോ, അങ്ങനെ ഭയങ്കര പേടിയുള്ളൊരു സമയമായിരുന്നു. എനിക്ക് മാളുവിനത് പേടിയാകുമെന്ന് തോന്നി. പക്ഷെ മാളുവിന് അങ്ങനെ വലിയ പേടിയൊന്നും കണ്ടില്ല. അങ്ങനെ അവർ താലം കൊണ്ട് അമ്പലം പ്രദക്ഷിണം വെച്ചു. പിന്നെ ഗുരുസ്വാമി താലം വാങ്ങിച്ച് അമ്പലത്തിന് ചുറ്റും വെച്ചു. അങ്ങനെ ഇന്നത്തെ താലമെടുപ്പ് പരിപാടി കഴിഞ്ഞു. ഇനി വൈകുന്നേരം ഇവിടെ ഭക്ഷണമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പാട്ട് തുടങ്ങും. പാട്ടിന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാത്തൂനെയും കൊണ്ട്. പണ്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ രാത്രി മുഴുവൻ മതിലിന് മേലിരുന്ന് പാട്ട് കേൾക്കുമായിരുന്നു. ഇനി രാവിലെ ഒരു പാൽക്കിൻ്റെ എഴുന്നള്ളത്തുണ്ട്. അയ്യപ്പൻ പുലിപ്പാലിന് പോയി വരുമ്പോഴുള്ളൊരു എഴുന്നള്ളത്ത്. അതിന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും രാവിലെ. അങ്ങനെ കലാശക്കൊട്ട് പോലെ ചെണ്ടമേളത്തിൻ്റെ കൂടെ ആൺകുട്ടികൾ കുറേ കളിച്ചു. കഴിഞ്ഞ് വീടെത്തിയപ്പോൾ ഒരു 8:30-8:45 ആയി. അങ്ങനെ നല്ലൊരു അയ്യപ്പൻ വിളക്ക് കൂടെ കഴിഞ്ഞു.